ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. ഇവിടെ വെയ്റ്റ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നത്. വെയ്റ്റ് 5, 8, 10, 12, 25, 30 ആൻഡ് 38. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2, 3, 8, 10, 9, 3 ആൻഡ് 2. അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ എക്സ് ആണ്. ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മളോട് റേഞ്ച് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ വേരിയബിൾ ഏതാണ്? വെയ്റ്റ് ആണ് അല്ലേ. അപ്പോൾ വേരിയബിളിൻ്റെ ഹയസ്റ്റ് വാല്യൂ മൈനസ് ഇറ്റ്സ് ലോവസ്റ്റ് വാല്യൂ, ദാറ്റ് ഈസ് ദ റേഞ്ച്. അതായത് നമ്മളിവിടെ ഫ്രീക്വൻസിന് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേരിയബിളിനെ ശ്രദ്ധിച്ചാൽ മതി. വേരിയബിളിലുള്ള ഹയസ്റ്റ് വാല്യൂ ഈസ് 38 ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഈസ് 5. For range is equal to 38 minus 5 which is equal to 33. അപ്പോൾ 33 ആണ് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ റേഞ്ച്. പിന്നെ അവരുടെ കോഎഫിഷ്യൻറ്റും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു h മൈനസ് എൽ ഡിവൈഡഡ് ബൈ h പ്ലസ് എൽ ആണ്. ദാറ്റ് ഈസ് 38 മൈനസ് 5 ഡിവൈഡഡ് ബൈ 38 പ്ലസ് 5. ദിസ് ഇസ് ദി coefficient of range, that is 33 divided by 43. ഇതാണ് coefficient of range ഇവിടെ വരുന്നത്. Question: if the arithmetic mean of a data is assumed to be 39 and its mode is 52 and standard deviation is 20, calculate Karl Pearson's coefficient of skewness. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ തന്നിട്ടുണ്ട്. arithmetic mean is equal to 39 എന്ന് തന്നിട്ടുണ്ട്. mode is equal to 52 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മീൻ, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതായത് SKP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് SKP ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് അതിൻ്റെ ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ ഇസ് 39 മൈനസ് മോഡ് ഇസ് 52 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 20. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 13 ഡിവൈഡഡ് ബൈ 20 ഓർ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 0.65. അപ്പോൾ ഈ സ്ക്യൂനെസ് കിട്ടി. അതിൻ്റെ സൈന് നോക്കിയിട്ട് നമുക്ക് പറയാം ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ: solve 3 raised to x plus 3 is equal to 9 raised to 2x plus 1. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 raised to x plus 3 is equal to 9 raised to 2x plus 1 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലുള്ള അൺനോൺ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എന്താണ് എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3യുടെ പവറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 9ൻ്റെ പവറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഒരേ ബേസുകളായിരിക്കണം. ഒന്നില്ലെങ്കിൽ 2ഉം 3 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 3യുടെ ടേംസിൽ എഴുതിക്കൂടെ? 9 ക്യാൻ ബി റിട്ടൺ ആസ് 3 raised to 2. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ദിസ് ഇസ് 3 raised to x plus 3 ഇസ് ഈക്വൽ ടു 9നെ ഞാൻ 3 raised to 2 എന്ന് എഴുതുന്നു. ഹോൾ raised to അതിൻ്റെ പവറിൽ ആരാളുള്ളത്? 2x plus 1 എന്ന് എഴുതും. ഓർ 3 raised to x plus 3 ഇസ് ഈക്വൽ ടു 3 raised to ഇങ്ങനെ എഴുതാം 2 into 2x plus 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കുമ്പം ഈ രണ്ട് ബേസുകൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവരെ പവറുകളെ ഇക്വേറ്റ് ചെയ്യാം. അതായത് therefore we can write x plus 3 is equal to 2 into 2x plus 1 എന്ന് പറയാം. അല്ലെങ്കിൽ x plus 3 is equal to ബ്രാക്കറ്റ് മാറ്റിയോടെ 4x plus 2 എന്ന് ചെയ്യും. ഇനി എക്സുകളുടെ ടേമുകളെല്ലാം ഒരേ സൈഡിലേക്കും നമ്പറുകൾ ഒരേ സൈഡിലേക്കും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ 4x മൈനസ് ഇവിടെ നിന്നുള്ള എക്സ് അങ്ങോട്ട് പോയി, എക്സ് ഇവിടെ 3 ഉണ്ട്, ഇവിടുന്ന് ഒരു മൈനസ് 2ഉം പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 is equal to 4x minus x 3x എന്ന് എഴുതാം. ഓർ x can be written as 1/3. അപ്പോൾ x is equal to 1/3 എന്നുള്ള ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: സോൾവ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര. അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ടേമുകളാണ്. ഇതിനെ സോൾവ് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ വാല്യൂ എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. അപ്പം ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ്
റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര. ഇതിനെ ഞാൻ എക്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ റൂട്ടുകൾ വരുന്ന ഈ സമ്മിനെ ഞാൻ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു അല്ലേ. അപ്പം അങ്ങനെ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റൂട്ട് ഓഫ് 6 പ്ലസ് എന്ന് കഴിഞ്ഞിട്ട് ഈ ടേമിനെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഓൾസോ റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് എക്സെട്ര. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ടേമുകളാണ് അല്ലേ. അപ്പം ഇതിനെ എനിക്ക് എന്താ ചെയ്യാം? ഇവിടെ വന്ന ടേമിന്റെ സ്ഥാനത്ത് എനിക്ക് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം? ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്നാക്കാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യന് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് അല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് എന്ന് വരും അല്ലേ. എക്സ് സ്ക്വയറായി റൂട്ട് ഓഫ് 6 പ്ലസ് എക്സിനെ സ്ക്വയർ ചെയ്തപ്പോൾ 6 പ്ലസ് എക്സ് എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് എന്നുള്ളതിൽ ടേമുകളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതായത് എക്സിന്റെ മാക്സിമം പവർ 2 വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ആയിട്ടുള്ള ഫോം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇതിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇങ്ങനെയാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എന്താണ് എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് എയുടെ സ്ഥാനത്ത് ഹിയർ എ ഇസ് ഈക്വൽ ടു 1. ബിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? ഇവിടെ മൈനസ് എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബി ഇസ് ഈക്വൽ ടു -1. ആൻഡ് സി എന്ന് വന്ന സ്ഥാനത്ത് -6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു -6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് ബി, അതായത് മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് -1 ആണ് ഇവിടെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി -6 ഡിവൈഡഡ് ബൈ 2a, അതായത് 2 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് -1 എന്ന് പറയുമ്പോൾ അവിടെ +1 ആയി, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1 സ്ക്വയർ ഇസ് 1. ഇവിടെ പിന്നെ -4 ഇൻറ്റു -6 ആണ് വരുന്നത്, -24 എന്ന് വരും അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് -24 എന്ന് വന്നതുകൊണ്ട് ഇവിടെ +24 എന്ന് നമുക്ക് എഴുതാം, ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പം 1 പ്ലസ് 5/2 എന്നും 1 മൈനസ് 5/2 എന്നും എക്സിന് നമുക്ക് 2 വാല്യൂസ് വരുത്താം. ദറ്റ് ഈസ് 1 പ്ലസ് 5/2 എന്ന് പറയുമ്പോൾ 6/2 3 എന്നും വരാം എക്സിന്റെ വാല്യൂ. 1 മൈനസ് 5/2 എന്ന് പറയുമ്പോൾ -2 വരും. അപ്പോൾ എക്സിന് 2 വാല്യൂസ് വരാം. അപ്പോൾ എക്സ് ക്യാൻ ഐദർ ബി 3 ഓർ എക്സ് ക്യാൻ ബി -2. ക്വസ്റ്റ്യൻ: ഏജസ് ഓഫ് 2 people are in the ratio 3:4. After 10 years, their ages would be in the ratio 4:5. Find their present ages. ഇപ്പോൾ 2 ആളുകളുടെ ഏജുകളുടെ റേഷ്യോ, അതായത് ഇപ്പോഴത്തെ ഏജുകൾ പ്രസന്റ് ഏജുകളുടെ റേഷ്യോ ആണ് 3:4 എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ 10 years അവരുടെ ഏജുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? 4:5 എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏജുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്നു ലെറ്റ് ദ പ്രസന്റ് ഏജസ് ബി എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈയും എക്സും വൈയും ആണ് അവരുടെ പ്രസന്റ് ഏജുകൾ എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പം നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഏജുകളുടെ റേഷ്യോ ഇപ്പോൾ എന്താണ്? 3:4 ആണ്. അതായത് x:y എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3:4 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം x/y is equal to 3/4 എന്ന് പറയാം. ഓർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 3/4y. ഇപ്പൊ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/4y എന്ന് എഴുതാം. അത് ഇപ്പോഴത്തെ ഏജുകളുടെ ബേസിസിലുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ഇപ്പം ഒരാളുടെ ഏജ് എക്സും മറ്റൊരാളുടെ ഏജ് വൈയും ആണ്. ഇനി ആഫ്റ്റർ 10 years 10 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ ഏജുകൾക്ക് എന്തു മാറ്റം വരും? ഇപ്പം എക്സ് ഏജുകളുടെ
എക്സ് ഏജ് ഉള്ള ഒരാളുടെ ഏജ് 10 വർഷം കഴിഞ്ഞാൽ എത്രയും മാറും? 10 വയസ്സായൊക്കെ കൂടും. അപ്പം ഏജ് എന്തായി മാറും? x+10 ആയിട്ട് മാറും. ആൻഡ് ഇപ്പം y എന്ന ഏജ് ഉള്ള ഒരാളുടെ വയസ്സ് 10 വർഷങ്ങൾ കഴിഞ്ഞാൽ 10 വയസ്സ് കൂടും. അപ്പോൾ അയാളുടെ വയസ്സ് എത്രയും മാറിയിട്ടുണ്ടാവും? 10 വർഷം കഴിയുമ്പം y+10 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഏജ് ഒരാളുടെ x+10ഉം മറ്റൊരാളുടെ y+10ഉം ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ 10 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജുകളുടെ റേഷ്യോ ഏതാണ്? 4:5 ആണ്. അതായത് x+10 y+10 എന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4:5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x+10 ഡിവൈഡഡ് ബൈ y+10 ഇസ് ഈക്വൽ ടു 4/5 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇനി നമുക്ക് അവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി നോക്കാം. അതായത് 5നെ ഇങ്ങോട്ടും കൊണ്ടുവരിക, ഈ y+10നെ അപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അപ്പം 5 × x+10 ഇസ് ഈക്വൽ ടു 4 × y+10. ഇതിനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. 5 × x+10 വിച്ച് ഇസ് ഈക്വൽ ടു 4 × y+10നെ നമ്മൾ ബ്രാക്കറ്റ് ആദ്യം മാറ്റുന്നു. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ അവിടെ എന്തായി വരും? 5x + 5 × 10 50 ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 4y + 40 എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം 5x 4yനെ അങ്ങോട്ട് കൊണ്ടുവരും, 4y ഇസ് ഈക്വൽ ടു 40 - 50 which is equal to -10 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 5x - 4y is equal to -10 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചൊരു കാര്യമുണ്ട്, എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് 3/4y. അപ്പോൾ ഇവിടെ എക്സ് വന്ന സ്ഥാനത്ത് ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? 3/4y എന്ന് എഴുതാൻ പോവാണ്. അതായത് എല്ലാത്തിനെയും വൈൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. അപ്പോൾ 5 × എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 3/4y എന്ന് എഴുതുന്നു, മൈനസ് 4y ഇസ് ഈക്വൽ ടു -10 എന്ന് എഴുതുന്നു അല്ലേ. അപ്പോൾ ഇതെന്താ വരുന്നത്? 5 × 3 15/4y മൈനസ് 4y ഇസ് ഈക്വൽ ടു -10. അല്ലെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15y മൈനസ് 4 × 4y അതായത് 16y ഹോൾ ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു -10. അല്ലെങ്കിൽ 15y മൈനസ് 16y എന്ന് പറഞ്ഞാൽ -y ബൈ 4 ഇസ് ഈക്വൽ ടു -10 എന്ന് എഴുതാം. ഓർ y ക്യാൻ ബി റിട്ടേൺ ആസ്, അല്ലെങ്കിൽ -y ക്യാൻ ബി റിട്ടേൺ ആസ് -10 × 4 അതായത് -40 ഓർ y ഇസ് ഈക്വൽ ടു 40 എന്ന് പറയും. അതായത് നമ്മളെ കയ്യിലുള്ള ഒരാളുടെ ഏജ് 40 ആണ്. y എന്ന് പറയുന്ന ഏജ് എന്താണ്? 40 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം മറ്റൊരാളുടെ ഏജ് എക്സ് എന്ന് പറഞ്ഞ ഏജ് എത്രയാണെന്ന് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 3/4y എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 3/4 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × ഇവിടെ 10 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പം ഒരാളുടെ പെർസെൻറ്റേജ് ഇപ്പം എക്സ് എന്ന് കിട്ടിയത് എന്താണ്? 30 ആണ്. മറ്റേയാളുടെ പെർസെൻറ്റേജ് y എന്ന് പറയുന്നത് 40 ആണ്.